നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കണ്ടമംഗലം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷണം. പ്രായപൂർത്തിയാകാത്ത ഒരാളുൾപ്പെടെ 2 പേർ പിടിയിൽ. മോഷ്ടാവ് വയലാർ 1-ാം വാർഡിൽ സഞ്ജയ് നിവാസിൽ സഞ്ജയ് ബാബുവിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2-ന്. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി. ഇടതുപക്ഷ ഐക്യം ദുർബലമായാൽ ഫാസിസ്റ്റുകൾ താണ്ഡവമാടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾക്ക് യാഥാർത്ഥ്യ ബോധം വേണമെന്നും ബിനോയ് വിശ്വം. വിശദാംശങ്ങൾ. കണ്ടമംഗലം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്നും പണം മോഷ്ടിച്ച സംഭവം. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 2 പേർ പിടിയിലായി. കഴിഞ്ഞ പുലർച്ചെ 3 മണിയോടെയാണ് കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ കാണിക്ക മോഷ്ടിക്കപ്പെട്ടത്. മോഷണം നടന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. വയലാർ 1-ാം വാർഡിൽ സഞ്ജയ് നിവാസിൽ 22 വയസ്സുള്ള സഞ്ജയ് ബാബുവും പ്രായപൂർത്തിയാകാത്ത ഒരാളും പിടിയിലായി. ഇന്നലെ രാവിലെ ഞാൻ വീട്ടിൽ ഉള്ള സമയത്ത് ക്ഷേത്രത്തിൽ വന്ന വിശ്വാസികൾ രാവിലെ 5 മണിക്ക് ക്ഷേത്രത്തിൽ ഭണ്ഡാരപ്പെട്ടി കവർന്നതായിട്ട് എന്നെ ഫോണിൽ വിവരം അറിയിച്ചു. തുടർന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലെത്തി പരിശോധിച്ചപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആനപ്പന്തൽ സ്ഥാപിച്ചിരുന്ന ഒരു കാണിക്കവഞ്ചി കാണാനില്ലായിരുന്നു. തുടർന്ന് പരിശോധിച്ചതിൽ ഗുരുമണ്ഡപത്തിന് സമീപത്ത് കാണിക്കവഞ്ചി തല്ലിപ്പൊട്ടിച്ച് അതിൽ നിന്ന് പണം കവർന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെ ഇവിടുത്തെ മുഴുവൻ ക്യാമറകളും എൻ്റെ മൊബൈലിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ മൊബൈൽ പരിശോധിച്ചപ്പോൾ 2 പേര് രാത്രി ഒരു 3 മണിയോട് അടുത്ത സമയത്ത് വന്ന് കാണിക്കവഞ്ചി എടുത്ത് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുകയുണ്ടായി. ഞാൻ വിവരം ഉടനെ പോലീസ് സ്റ്റേഷൻ അറിയിച്ചു. പോലീസ് പാർട്ടി വന്നു. തുടർന്ന് വീണ്ടും ക്യാമറ പരിശോധിച്ചതിൽ ഗോപുരത്തിന് സമീപമുള്ള കാണിക്കവഞ്ചിയും കുത്തി തുറന്നിട്ടുള്ളതായിട്ട് കാണപ്പെട്ടു. അവിടെ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സഞ്ജയ് ബാബുവിനെ ക്ഷേത്രത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ക്ഷേത്രത്തിലെ ആനപ്പന്തലിൽ ഇരുന്ന കാണിക്കവഞ്ചിയാണ് കവർന്നത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തിലെത്തിയ ഭക്തരാണ് ആദ്യം കണ്ടത്. തുടർന്ന് ദേവസ്വം ഭാരവാഹികളെ വിവരമറിയിച്ചു. പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ എത്തി നടത്തിയ പരിശോധനയിലും CCTV ദൃശ്യങ്ങളിലൂടെയുമാണ് പ്രതി പിടിയിലായത്. ഏകദേശം 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. അന്ന് രാത്രി കണ്ടമംഗലം അമ്പലത്തിൽ മോഷണം നടന്ന 2 കാണിക്കവഞ്ചികൾ, അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിന് മുൻവശം ഉണ്ടായിരുന്ന 2 കാണിക്കവഞ്ചികളിൽ നിന്നുമായിട്ട് 20,000 രൂപ മോഷണം നടത്തിയതായിട്ടുള്ള ഇൻഫർമേഷൻ 11-ാം തീയതി രാവിലെ സ്റ്റേഷനിൽ ഇവിടുത്തെ ഭാരവാഹികൾ, ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം വന്ന് പരിശോധിക്കുകയും അതിന് മോഷണത്തിന് കേസെടുക്കുകയും CCTVകൾ പരിശോധിച്ചതിൽ വെച്ചിട്ട് 2 ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മെലിഞ്ഞ മാസ്കും തലയിൽ ഷാളും മറ്റും ധരിച്ച് മുഖം മറച്ചിരുന്ന, ഐഡൻറ്റിറ്റി മറച്ചിരുന്ന 2 ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണെന്ന്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2-ന് നടക്കും. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്മിഷന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും അനുവദിക്കുന്ന പ്രശ്നമില്ല. അനുവദിക്കൽ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധയപ്പെടണം. ഒന്നിൽ ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധയപ്പെടണം, അല്ലെങ്കിൽ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തണം. +1 അഡ്മിഷൻ എങ്ങനെ നടത്തണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവ് തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുണ്ട് ഗവൺമെൻറ് വിട്ട്. അത് അൺഎയ്ഡഡിന് ബാധകമാണ്, എയ്ഡഡിന് ബാധകമാണ്, ഗവൺമെൻറ്റിന് ബാധകമാണ്. ഗവൺമെൻറ്റിന് ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനേജ്മെൻറ്റ് സീറ്റുണ്ട്. ആ മാനേജ്മെൻറ്റ് സീറ്റും ആ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അൺഎയ്ഡഡ് മാനേജ്മെൻറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് SSLC പരീക്ഷാ ഫലം വരാതെ അഡ്മിഷൻ ക്ലോസ് ചെയ്ത സ്ഥലങ്ങളുമുണ്ട്. +1 അഡ്മിഷൻ ക്ലോസ് ചെയ്തു. മറ്റൊരു കാര്യം, 1-ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുകയാണ്, പ്രവേശന പരീക്ഷ നടത്തുകയാണ്. ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ബന്ധപ്പെട്ട ആൾക്കാർ പരാതി തന്നു കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ അംഗീകാരം പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കണം. മറ്റൊരു കാര്യം, ഈ PTA ഫണ്ടാണ്. സ്കൂൾ PTA ഫണ്ട് വാങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ഉത്തരവുണ്ട്.
10 റുപ്യ 20 റുപ്യയും 50 റുപ്യയും 100 റുപ്യയാണ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ പോലും പല രക്ഷകർത്താക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. 5000 രൂപയും 10000 രൂപയും ചോദിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. ഒരു കാരണവശാലും ഒരു രക്ഷകർത്താവും ആ പൈസ കൊടുക്കാൻ പാടില്ല. ഏത് സ്കൂളിലായിരുന്നാലും കൊടുക്കാൻ പാടില്ല. കൊടുക്കാതിരുന്ന ശേഷം തൻ്റെ മകന് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ഒരു പേടിയും വേണ്ട. ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്യും, ആ കാശ് കൊടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും, ആ വിദ്യാലയത്തിൻ്റെ പേരിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും. കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസുകൾ നടത്തുവാൻ കഴിയൂ. സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ മെയ് 27-നകം പൂർത്തിയാക്കേണ്ടതാണ്. അതോടൊപ്പം ഭിത്തികൾ കഴിയുന്നതും പെയിന്റ് ചെയ്ത് മനോഹരമാക്കി കുട്ടികളെ സ്വീകരിക്കാൻ സജ്ജമാക്കേണ്ടതാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ യാതൊരു കാരണവശാലും സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ പണി നടക്കുന്ന സ്ഥലം മറച്ചുകെട്ടേണ്ടതാണ്. അധ്യയന വർഷാരംഭം മുതൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. വീട്ടിൽ നിന്നും സ്കൂളിലേക്കും സ്കൂളിൽ നിന്നും വീട്ടിലേക്കും കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ട യാത്രാ സുരക്ഷ, സ്വകാര്യ വാഹനങ്ങൾ, പൊതുവാഹനങ്ങൾ, സ്കൂൾ ബസ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി പാലിക്കേണ്ട മുൻകരുതലുകൾ, റോഡ്, റെയിൽവേ ലൈൻ എന്നിവ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ജലഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം സ്കൂൾ തലത്തിൽ അവലോകനം നടത്തി വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സ്കൂൾ പരിസരത്തെ കടകളിൽ കൃത്യമായ പരിശോധന നടത്തുന്നതിനും നിരോധിത വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ സേവനം തേടേണ്ടതാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക. കലവൂർ സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഉള്ള പി ടി എന്ന് വെച്ചാൽ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവിടെ നാട്ടിലെ എല്ലാവരുടെ സഹായ സഹകരണത്തോടുകൂടി ഒരു സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ പി ടി ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടെന്തെന്നറിയാം. ഒരു കുട്ടിയിൽ നിന്ന് 10 രൂപ 20 രൂപ 30 രൂപ വാങ്ങാൻ പാടുള്ളതാണ് ഗവൺമെൻറ് ഉത്തരവ്. 5000 രൂപ 6000 രൂപ ചോദിക്കുന്ന പി ടികളുണ്ട്. അങ്ങനെയുള്ള പി ടി എന്ന് നമുക്ക് ഈ ഗവൺമെൻറ് വേണ്ട എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. പി ടി ഐക്കാർ അവർക്ക് ചില അധികാരാവകാശങ്ങളുണ്ട്. 3 വർഷമേ അവർക്ക് ഇരിക്കാൻ വേണ്ടി പാടുള്ളൂ. അവർക്ക് സ്കൂളിൻ്റെ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല. രാവിലെ വന്ന് HM ഇരിക്കുന്ന കസേര കയറി ഇരിക്കാൻ വേണ്ടി പാടില്ല. അവരുടേതായ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നോക്കി ചെയ്യണം. പി ടി ഐക്കാർ ഒരു സ്കൂളിൽ വന്നെന്ന് വിചാരിച്ചിട്ട് ടീച്ചർമാർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ചില ടീച്ചർമാർക്ക് HMമാർക്കും പി ടി ഐയുടെ പ്രവർത്തനം ഇഷ്ടപ്പെടുന്നില്ല. അതും വേണ്ട. ഇത് രണ്ടുമില്ലാത്ത നിലയിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ. പി ചിത്രരഞ്ജൻ MLA അധ്യക്ഷനായി. MLAമാരായ HS സലാം, ദലീമ, MS അരുൺകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, അഡീഷണൽ ഡയറക്ടർ RS ഷിബു, ആലപ്പുഴ വിദ്യാഭ്യാസ ഉപജില്ലാ ഡയറക്ടർ ശ്രീലത എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ഐക്യം ദുർബലമായാൽ ഫാസിസ്റ്റുകൾ താണ്ഡവമാടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPI തലയോലപ്പറമ്പ് മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യശത്രുവിനെ യോജിക്കാൻ കഴിയുന്ന മതേതരത്വ ജനാധിപത്യ ഇടതു കക്ഷികളുടെ അതിവിശാലമായ ഐക്യനിര പടുത്തുയർത്തണമെന്നാണ് CPI നയം. ആ രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണ്, ബിനോയ് വിശ്വം പറഞ്ഞു. വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാനായാലും നികുതി നിഷേധിക്കാനായാലും ഒന്നിനും ഞങ്ങളില്ല, ഞങ്ങൾ സാംസ്കാരികമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പോരാട്ടങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് വഴിമാറിപ്പോയ പാരമ്പര്യമാണ് RSSന്റെ പാരമ്പര്യം. അല്ലെങ്കിൽ സ്ഥാപിക്കട്ടെ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖണ്ഡിതമായി ചൂണ്ടിക്കാണിക്കുന്നു, നമ്മളെപ്പറ്റി നമ്മളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ അവർക്ക് അവകാശമോ അർഹതയോ ഇല്ല. RSS ഇപ്പോൾ പറയുകയാണ് അവർ ചാമ്പ്യന്മാരാണ് ദേശസ്നേഹം പഠിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പള്ളിക്കൂടവും വേണ്ട. നമ്മുടെ ചോര ദേശസ്നേഹത്തിൻ്റെതാണ്, നമ്മുടെ കൊടി ദേശസ്നേഹത്തിൻ്റെതാണ്. നാം ഏർപ്പെടുത്തിയതും പോരാടിയതുമെല്ലാം നാടിന് വേണ്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ വികാരങ്ങളെല്ലാം
സംശയിച്ച് പറയാൻ കഴിയും. ഭീകരവാദത്തിന്റെ ശക്തികൾ നാടിന്റെ ദുർബലതാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുൻപിട്ടാക്കാൻ പറയാൻ പറ്റും. രാജ്യം, ജനങ്ങൾ, ദേശീയ താല്പര്യം, ദേശീയ ഐക്യം. മണ്ഡലം സെക്രട്ടറി സാബു പി മണലൊടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നേതാക്കളായ CK ശശിധരൻ, അഡ്വക്കേറ്റ് VB ബിനു, R സുശീലൻ, ജോൺ വി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടുംബി സേവാ സംഘം സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ചേർത്തലയിൽ താലൂക്ക് ഓഫീസിന് മുന്നിലായിരുന്നു സമരം നടത്തിയത്. തൊഴിൽ സംവരണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ ആവശ്യപ്പെട്ടായിരുന്നു സംസ്ഥാന വ്യാപകമായ കുടുംബ സേവാ സംഘം പ്രതിഷേധ സമരം നടത്തിയത്. ചേർത്തല താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജനറൽ സെക്രട്ടറി S ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന ഭാഷയുടെ പേരിലും ചെയ്യുന്ന തൊഴിലിന്റെ പേരിലുമെല്ലാം ജനവിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ആ ജനവിഭാഗങ്ങളെ ഓരോ ജാതി പേരുകൾ വിളിച്ചുകൊണ്ട് വേർതിരിവുകൾ ഉണ്ടാക്കി ഈ സമൂഹത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് ജീവിക്കുവാൻ അടിച്ചമർത്തപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അങ്ങനെയാണ് ജാതികൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ B.R. അംബേദ്കർ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. ഈ ഇന്ത്യയുടെ ഭരണഘടന സ്വാതന്ത്ര്യത്തിന് ശേഷം നിലവിൽ വരുമ്പോൾ ഇവിടെ അതിനു മുൻപായി തന്നെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന്റെ പിന്നാമ്പറങ്ങളിൽ പോയി ജീവിക്കേണ്ടി വന്നവർക്ക് ആ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട്, ആ സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ഈ പൊതുധാരയിലെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ എല്ലാ രാഷ്ട്രീയ മേഖലകളിലേക്കും, വിദ്യാഭ്യാസ മേഖലകളിലേക്കും, തൊഴിൽ മേഖലകളിലേക്കും, സാമ്പത്തിക മേഖലകളിലേക്കും, കലാ സാംസ്കാരിക മേഖലകളിലേക്കുമെല്ലാം കടന്നു വരുവാനുള്ള അവസരം ജാതിയുടെ പേരിൽ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ ഭരണഘടനയിൽ. താലൂക്ക് യൂണിയൻ സെക്രട്ടറി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AS ശ്യാംകുമാർ, വൈസ് പ്രസിഡന്റ് KR ജയപ്രസാദ്, വൈസ് പ്രസിഡന്റ് CL വിജയൻ, TR രാജേഷ്, PG കണ്ണപ്പൻ, MN രവികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈക്കം താലൂക്കിലെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായും പുസ്തകങ്ങൾ വായനക്കാർക്ക് ലഭ്യമാക്കുന്നതിനുമായി അവസരമൊരുക്കി കേരള സാഹിത്യ സമാജം. വൈക്കം താലൂക്കിൽ താമസിക്കുന്നവരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വടക്കുംകൂർ സ്മാരക മുനിസിപ്പൽ ലൈബ്രറി പ്രത്യേക കോർണറിൽ സൂക്ഷിക്കുന്നതിന് വിതരണം ചെയ്യുന്നതിനും ഉദ്ദേശിച്ചാണ് പുസ്തകങ്ങൾ സമാഹരിച്ചത്. സത്യാഗ്രഹ സ്മാരകത്തിന് മുന്നിലെ നെല്ലിമരച്ചുവട്ടിൽ നടന്ന ചടങ്ങിൽ വൈക്കത്തെ എഴുത്തുകാരുടെ 40ഓളം പുസ്തകങ്ങൾ ലൈബ്രറിക്ക് സമർപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കഥാരചനാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഏറ്റവും നല്ല കഥയായി ധന്യ കാഞ്ചനവല്ലിയുടെ പിറവി എന്ന കഥ 1ാം സ്ഥാനത്തെത്തി. വൈക്കം നഗരസഭയുടെ സഹകരണത്തോടുകൂടി കേരള സാഹിത്യ സമാജമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ സമാജം സംസ്ഥാന സെക്രട്ടറി P. സോമൻപിള്ള അധ്യക്ഷത വഹിച്ചു. അതുപോലെ മനുഷ്യർ, അതുപോലെ ജീവജാലങ്ങൾ എല്ലാം നമ്മുടെ എഴുത്തിന് നമുക്ക് വിധേയമായിട്ട് വരും, കഥയായിട്ട് വരും. അപ്പോൾ നമ്മൾ എഴുതുന്ന എല്ലാം തന്നെ അങ്ങനെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതുന്ന എല്ലാം സാമൂഹിക ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ്. കാരണം അത് 50 വർഷക്കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യത്തിലെ അനുഭവജ്ഞാനം കൊണ്ട് ഈ സമൂഹത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്ന അവരുടെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളും, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളുമൊക്കെ, നന്മയുടെയും തിന്മയുടെയും ഒക്കെ പ്രശ്നങ്ങൾ, സ്നേഹത്തിൻ്റെ വിഷയങ്ങൾ, അതില്ലായ്മ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്നേഹമില്ലായ്മ ഉണ്ടാകുമ്പോഴുള്ള വിഷയങ്ങൾ, കൂട്ടുത്തരവാദിത്വമില്ലായ്മ ഉണ്ടാകുമ്പോഴുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, അങ്ങനെയാണ് മനുഷ്യൻ്റെ വികലമായ ചിന്തകളെ വികലമായി പോകുമ്പോഴുണ്ടാകുന്ന വലിയ വലിയ വിഷയങ്ങൾ. ഇതൊക്കെയാണ് സമൂഹത്തിൽ ഇന്ന് നമുക്ക് നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ. നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാർ നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് വൈക്കമെന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ബഷീറിൻ്റെ നാട്ടുകാരെന്നുള്ള ഒരു ഇതാണ്. തീർച്ചയായും അതിൽ നമുക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടിയല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരിൽ സാഹിത്യകാരന്മാരുണ്ട്. പക്ഷേ ഇവരുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ആൾക്കാരുടെ ബുക്സ് നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മുടെ ജനങ്ങളിലേക്ക് കൂടുതൽ നമ്മുടെ ആൾക്കാർ ആരാണെന്ന് തിരിച്ചറിയാൻ ഇപ്പം നമുക്ക് ഇപ്പം അരവിന്ദൻ ചേട്ടനെ അല്ലെങ്കിൽ രാജൻ ചേട്ടനെ സോമൻ ചേട്ടൻ വേളവരെയൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാം. അതല്ല, ഇവിടെ ഇനിയും ഉണ്ട് എന്ന് വിളിച്ചറിയിക്കാൻ കേരള സാഹിത്യ സംഘത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം. വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ PT സുഭാഷ് വിതരണം ചെയ്തു. കവി അരവിന്ദൻ, KS മംഗലം, അംബരീഷ് G. വാസു, രാജൻ അക്കരപ്പാടം, സലീം മുല്ലശ്ശേരി, കുമാരി N. കൊട്ടാരം, ധന്യ കാഞ്ചനവല്ലി എന്നിവർ പ്രസംഗിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക നഴ്സസ് ദിനം ആചരിച്ചു. വുഡ്ലാൻഡ്സ് ഹാളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CB ഗോപി ഉദ്ഘാടനം ചെയ്തു. അവരാണ് നേഴ്സിംഗിന് ഒരു ആഗോളമായ അംഗീകാരം നേടിക്കൊടുത്തത്. ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ് വേദന കൊണ്ട് പിടയുന്ന പട്ടാളക്കാർക്ക് സാന്ത്വനമേകുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എത്തിയത്. പക്ഷേ അവിടെ ആ വരവ് ആ മേഖലയ്ക്ക് ഒരു പുതിയ ഊർജം പകരുന്ന അല്ലെങ്കിൽ അതിനൊരു പുതിയ ദിശാബോധം നൽകുന്ന സംഭവമായി മാറി. ക്രിമിയൻ യുദ്ധവേദിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വളരെ പെരുപ്പിച്ച് കാണിക്കുന്ന കഥകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പല ലേഖനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിലും അതൊരു തുടക്കമായി. ആ തുടക്കത്തിലൂടെ ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന, ലോകമെമ്പാടും ഔഷധത്തേക്കാൾ പ്രാധാന്യം നൽകി ഇവരുടെ സേവനത്തെ ലോകം നോക്കിക്കാണുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രസിഡന്റ് KJ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ G വേണുഗോപാൽ നേഴ്സസ് ദിന സന്ദേശം നൽകി. സീനിയർ നേഴ്സുമാരെ ആദരിച്ചു. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സേവനം നൽകി ഇപ്പോൾ വിശ്രമ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ആക്റ്റീവായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായ നമ്മുടെ സഹോദരിമാരെ ആദരിക്കുവാനായി ഈ ദിവസവും ഈ സമയവും തെരഞ്ഞെടുത്ത ഏറ്റവും അനുചിതമായി അതിന് ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഏറ്റവും ഹൃദയമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിഭാഗമാണ് നഴ്സുമാരുന്നത്. ഒരിക്കൽ ഒരു ദിവസത്തിൽ പറഞ്ഞ ഡോക്ടർമാരെക്കാൾ കൂടുതൽ രോഗികളോട് അടുത്ത് ബന്ധപ്പെടുകയും അവരുടെ സ്നേഹത്തിനും സഹകരണത്തിനും പാത്രമാവുകയും ആ സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്തുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഏറ്റവും സുപ്രധാന കണ്ണികളായി വർദ്ധിക്കുന്ന ഒരു വിഭാഗമാണ് നഴ്സുമാർ. KP ശശാങ്കൻ, TD രാജൻ, PR പ്രകാശൻ, R സലീം, A ശൈലകുമാരി, KV പ്രമീള ദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചേർത്തല നഗരസഭ 7ാം വാർഡ് കൗൺസിലറിന്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നെടുമ്പ്രക്കാട് UP സ്കൂളിൽ കാഥികൻ മുതുകുളം സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ കടലെ കിടക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളുണ്ടാകും. അസ്വസ്ഥതകളുണ്ടാകുന്ന ഒരു പ്രായമാണ് എനിക്ക്. അപ്പം അങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി അങ്ങനെ കിടക്കുമ്പോൾ ഒരു കോള് വരിക. കാരണം ഓരോന്നിനും ഒരു നിമിത്തം ഉണ്ടെന്ന് പറയുന്നു. മിക്കവാറും ഇപ്പം കിടന്ന് ഉറങ്ങിയാൽ ഞാൻ ഉറക്കത്തിൽ മരിച്ചു പോയി എന്നൊരു വാർത്ത ഞാൻ പോരാ. എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ കിടക്കുകയാണ് ഞാൻ. പെട്ടെന്നൊരു കോള് വന്നു. എൻ്റെ തലയുടെ അപ്പുറത്ത് വെച്ചിരിക്കുക ഫോൺ എടുക്കുക. ഞാൻ തോന്നിച്ചോട്ടാ സനീഷ എന്ന് പറഞ്ഞു. എന്താ സനീഷേ, എവിടെ ഉണ്ട്? ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇന്ന പോലെ പ്രസാദ് സാറാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, വരുന്നില്ല, അതുകൊണ്ട് തോന്നിച്ചേട്ടൻ വന്ന് ആ കർത്തവ്യം നിർവഹിക്കണം എന്ന് പറഞ്ഞു പുള്ളി കട്ടി. പുള്ളിക്കെന്തിൻ്റെ ഗുണമുണ്ട്? വരുമോ എന്നൊന്നും ചോദിക്കത്തില്ല, വരണം, ഉത്തരവാണ്. അത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കിന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്നും പറഞ്ഞ് ഞാൻ വിഷമിച്ച് പേടിച്ച് കിടക്കുന്ന ഞാൻ കൂട്ടുകാരെയൊക്കെ ഓർത്തിന് വൈകുന്നേരം കാണാൻ പറ്റുമോ, ഇനി ഏതെങ്കിലും ഒരു വേദിയിൽ എനിക്ക് ഇനി കഥാപ്രസംഗം പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിഷമിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ സനീഷിൻ്റെ ഫോണാണ് ഇന്നത്തെ എൻ്റെ മാനസിക അസ്വസ്ഥതയിൽ നിന്ന് എന്നെ ഉണർത്തിയത്. വാർഡിലെ 1 മുതൽ 10 വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൗൺസിലർ S സനീഷ് അധ്യക്ഷത വഹിച്ചു. ADS ചെയർപേഴ്സൺ TS ജാസ്മി സ്വാഗതം പറഞ്ഞു. മണിയാത്രിക്കൽ സ്കൂളിൽ നിന്നും വിരമിച്ച ബിന്ദു ടീച്ചറെ വേദിയിൽ ആദരിച്ചു. കൈപ്പുഴ വെച്ചൂർ കായൽ കർഷക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൈക്കം അംബിക മാർക്കറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങിന് KSS ദേശീയ പ്രസിഡന്റ് ജോസ് തയ്യിൽ നേതൃത്വം നൽകി. കൈപ്പുഴ വെച്ചൂർ കായൽ പ്രസിഡന്റ് ഫിലിപ്പ് അങ്ങാടിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കർഷകർക്കായി കൃഷിക്ക് വേണ്ടിയുള്ള സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ വിവിധ സ്കീമുകളുടെ ബോധവൽക്കരണത്തിനായി നടത്തിയ യോഗത്തിൽ KSS സംസ്ഥാന പ്രസിഡന്റ് ജോയ് ജോസഫ് മൂക്കൻതോട്ടം, ജില്ലാ പ്രസിഡന്റ് അജിത് വർമ്മ, സെക്രട്ടറി റിജോയ് നെല്ലിക്കുന്നത്ത്, ജോസഫ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു.
2018 മുതൽ പ്രദേശത്ത് സർക്കാരിന്റെ സ്ഥായിയായ സഹായം കിട്ടാത്ത സാഹചര്യത്തിൽ പൂർണ്ണമായും കൃഷിക്കാർക്ക് സർക്കാരിന്റെ സഹായം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരവാഹികളുടെ ആവശ്യം. കാർബൺ ന്യൂട്രൽ റോഡുകൾ ഉണ്ടാകുന്നു, അതൊക്കെ നിലവിൽ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങളുണ്ട്. അതുപോലെ വേറൊരു വളരെ പ്രധാനമാണ് പൊല്യൂഷൻ കൺട്രോൾ. അതിന് ഇത് വളരെയധികം ഉപകാരപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ആ രീതിയിലേക്ക് നമുക്ക് വളരാൻ കഴിയട്ടെ. അവിടെ വനിതാ വിംഗ് സെപ്പറേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ഫ്രീ. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് കുടുംബശ്രീ ADS വാർഷികാഘോഷ പരിപാടികൾ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ IPS ഉദ്ഘാടനം ചെയ്തു. അതിനെക്കാട്ടിലും ഒരു ചെറിയ യൂണിറ്റ്, അതിനെക്കാട്ടിലും കുറച്ചുകൂടി വലിയ യൂണിറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മറ്റേ ADS CDS എന്ന് പറയുന്ന രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും അത് ജനങ്ങളിൽ എത്തിക്കാനും മറ്റതൊക്കെ പലപ്പോഴും പോലീസ് വരെ ഈ കുടുംബശ്രീ CDSനെയും ADSനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഞ്ഞിക്കുഴി മേഖലയിൽ അത്ര എനിക്ക് ആ പ്രശ്നം മറ്റേ ഈ പറയുന്ന ബിജു CA ഇവിടെ ഉണ്ട്. വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിച്ച വാർഷിക സമ്മേളനത്തിൽ വിദ്യാഭ്യാസ കലാ കായിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. ചാത്തനാട് കയർപുരി യൂണിറ്റിന് സമീപം നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗം ഫെയ്സി V ഏറനാട് സ്വാഗതം പറഞ്ഞു. ADS പ്രസിഡന്റ് രാജം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, സുനിത സുനിൽ, K കമലമ്മ, ജ്യോതിമോൾ, P സാബു, KN കാർത്തികേയൻ, സുനിമോൾ, ഷീബ V, R രഘുവരൻ തുടങ്ങിയവർ സംസാരിച്ചു. അനിൽ വാരണവും വളവനാട് വിജയകുമാർ എന്നിവരുടെ ചിരിമേളയും പുന്നപ്പുറ കണ്ണകി അവതരിപ്പിച്ച നാടൻ പാട്ടും ചടങ്ങിന് മിഴിവേകി. കുടുംബശ്രീ കുടുംബാംഗങ്ങളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. കുറഞ്ഞിട്ടുണ്ട് ചൂട് കഞ്ഞോളൊക്കെ ഉപ്പിട്ടതാന്ന് പറഞ്ഞ് വിട്ടു കൊടുത്തേക്ക് ഞാൻ ചെമ്മീങ്കിലേക്കൊണ്ടിരിക്കുമ്പോ ഈ ഇല വിശാസു മകൻ ഈ കുട്ടൻ്റെ കൂടെ കള്ളും കുടിച്ചേച്ചും വന്നിട്ടും പറയണ അമ്മയെ തെങ്ങ് വെട്ടട്ട്. ഞാൻ ചോദിച്ച തെങ്ങിൻ്റെ നെഞ്ചത്താണ് നിൽക്കുന്നത്. അല്ലമ്മ തെങ്ങിൻ്റെ ഒരു വളവുണ്ട്. ഞാൻ പറഞ്ഞല്ലേ 50 കൊല്ലം മുമ്പ് നിൻ്റെ അച്ഛൻ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അത് വളഞ്ഞാണിരിക്കണം. നീ നോക്കിയാൽ ഇവർ വന്ന് ഞാനും പറഞ്ഞു അല്ലെ വയറ്റിൽ കിടക്കണ കല്ലല്ലേടി കൊച്ചു ഇവർ വെട്ടി. അപ്പം ഇവരുടെ വെറ്റ എനിക്ക് തുഴിച്ചില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോന്മാരെ കുളിച്ചപ്പോൾ അതിൻ്റെ കൊടുത്തിട്ട് രണ്ട് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. എൻ്റെ ഇവർ വെറ്റ് ഇവരുദ്ദേശിച്ചെടുത്തത് എങ്ങനെയില്ല. അമ്മ ഓടിക്കുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടി. പക്ഷേ എനിക്കൊരബദ്ധം പറ്റി. പെരടകത്ത് ചേട്ടൻ കിടന്ന കാര്യം മറന്നു. തെങ്ങ് വന്ന് നെഞ്ചത്ത് തന്നെ വീണ് എന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളടി. ഇപ്പം അവ സഞ്ചാരം വിളിക്കാൻ പോയിരിക്കേ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കണ്ടമംഗലം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷണം. പ്രായപൂർത്തിയാകാത്ത ഒരാളുൾപ്പെടെ 2 പേർ പിടിയിൽ. മോഷ്ടാവ് വയലാർ 1ാം വാർഡിൽ സഞ്ജയ് നിവാസിൽ സഞ്ജയ് ബാബുവിനെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2-ന്. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി V ശിവൻകുട്ടി. ഇടതുപക്ഷ ഐക്യം ദുർബലമായാൽ ഫാസിസ്റ്റുകൾ താണ്ഡവമാടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾക്ക് യാഥാർത്ഥ്യ ബോധം വേണമെന്നും ബിനോയ് വിശ്വം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.